തിരുവനന്തപുരം ചാക്കയിൽ റോഡരികിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഉപേക്ഷിച്ച കേസിൽ പ്രതി ഹസൻകുട്ടി കുറ്റക്കാരനെന്ന് കോടതി. ആറ്റിങ്ങൽ ഇടവ സ്വദേശിയായ കബീർ എന്ന് വിളിക്കുന്ന ഹസൻകുട്ടിക്കുള്ള ശിക്ഷ തിരുവനന്തപുരം പോക്സോ കോടതിയാണ് വിധിച്ചിരിക്കുന്നത്. സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കേസിൽ നാടൊന്നാകെ തന്നെ തെരഞ്ഞ് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കുട്ടി മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട ഹസൻകുട്ടി വേഷം മാറി നടക്കുന്നതിനിടെ 13 ദിവസത്തിന് ശേഷമാണ് പിടിയിലായത്. 2024 ഫെബ്രുവരി 19-നായിരുന്നു തലസ്ഥാനത്തെ മുൾമുനയിലാക്കിയ അതിക്രമം. ചാക്കയ്ക്ക് സമീപം നാടോടികളായ ഹൈദരാബാദുകാരായ ദമ്പതികൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന 2 വയസ്സുകാരിയെ പ്രതി തട്ടിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ബ്രഹ്മോസിന് പിന്നിലുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം മരിച്ചെന്ന ധാരണയിൽ ഉപേക്ഷിച്ച് ഇയാൾ കടന്നുകളഞ്ഞു. കുട്ടിയെ കാണാതായതിനെ തുടർന്നുള്ള മാതാപിതാക്കളുടെ പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. തുടർന്നുള്ള ഓരോ മണിക്കൂറും ആശങ്കയായിരുന്നു. കുട്ടിയെ കണ്ടെത്താനുള്ള സകല ശ്രമങ്ങളും വിഫലമാകുന്ന അവസ്ഥയായിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം 7:30 മണിയോടെ ബ്രഹ്മോസ് മതിലിനോട് ചേർന്നുള്ള കാട് പിടിച്ച സ്ഥലത്തു നിന്നാണ് ആ ആശ്വാസ വാർത്ത എത്തിയത്. അബോധാവസ്ഥയിൽ കുട്ടിയെ കണ്ടെത്തി. ഉടൻ തന്നെ കുട്ടിയെ SIT ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചു. മുഖം മറച്ച് ഒരാൾ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നിർണായകമായി. 100-ലേറെ CCTV ക്യാമറകൾ പരിശോധിച്ച് പ്രതിയെ തിരിച്ചറിഞ്ഞു. 13-ാം ദിവസം കൊല്ലത്ത് നിന്ന് ഹസൻകുട്ടി പിടിയിലായി. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ ഹസൻകുട്ടി പളനിയിലെത്തി തല മൊട്ടയടിച്ച് ആൾമാറാട്ടം നടത്തി. കുട്ടിയുടെ വൈദ്യപരിശോധനാ ഫലത്തിൽ പീഡനം സ്ഥിരീകരിച്ചതും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായതും വഴിത്തിരിവായി മാറുകയായിരുന്നു. കുട്ടിയെ പീഡനത്തിനിരയാക്കിയ സ്ഥലത്തു നിന്നും ശേഖരിച്ച സാമ്പിളുകളാണ് ഇത്തരത്തിൽ നിർണായകമായി തീർന്നത്. പേട്ട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന K. ശ്രീജിത്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 41 സാക്ഷികളെ വിസ്തരിക്കുകയും 62 രേഖകളും 11 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KK അജിത് പ്രസാദ്, അഭിഭാഷക VS ബിന്ദു എന്നിവർ ഹാജരായി. കുട്ടിയെ കാണാതാകുന്ന ദിവസത്തെ ചാക്ക എയർപോർട്ട് റോഡിലെ ദൃശ്യങ്ങളും വിശദമായി പോലീസ് പരിശോധിച്ചിരുന്നു. പേട്ടയിൽ ട്രെയിൻ ഇറങ്ങിയ ഹസൻകുട്ടി നടന്നു. ഇടയ്ക്ക് ഒരു ബൈക്കിന് പിന്നിൽ കയറി ചാക്കയിലിറങ്ങുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. ബൈക്കുകാരനെ കണ്ടെത്തി പോലീസ് വിവരങ്ങൾ ചോദിച്ചു. ബ്രഹ്മോസിലെ ദൃശ്യങ്ങൾ നിർണായകമായി. ബ്രഹ്മോസിലെ ദൃശ്യങ്ങളിലും ഹസൻകുട്ടിയുണ്ടായിരുന്നു. പക്ഷേ തൊട്ടടുത്ത ഓൾ സയൻസ് കോളേജിലെ CCTVയിൽ ഇയാളില്ലായിരുന്നു. ഇതോടെ സമീപത്തെ വിജനമായ സ്ഥലത്തേക്ക് ഇയാൾ തിരിഞ്ഞുവെന്ന് വ്യക്തമായി. ഇതാണ് പ്രതിയെ കണ്ടുപിടിക്കാൻ കാരണം. 11-കാരിയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം കിട്ടി ജനുവരി 22-ന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ 1 മാസത്തിനുള്ളിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കൊല്ലം ചിന്നക്കടയിൽ നിന്നാണ് ഹസൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ പോക്സോ കേസിലും മോഷണ കേസുകളിലും ഒക്കെയായി 3.5 വർഷം ജയിലിൽ കിടന്ന ചരിത്രവും ഇയാൾക്കുണ്ട്. ഹസൻകുട്ടിക്കെതിരെ 8 കേസ് നിലവിലുണ്ട്. അലഞ്ഞു തിരിയുന്നതാണ് പ്രതിയുടെ രീതി. മുൻപ് കൊല്ലത്ത് നാടോടി കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ഇയാളെ തല്ലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്.